ആദ്യം ബീഫ് ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു 15 കിലോ ബീഫാണ് ഞാനിവിടെ വാങ്ങിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല നാടൻ തട്ടുകട സ്റ്റൈലിലുള്ള ബീഫാണ് നമ്മൾ. പക്ഷേ ഇത്തിരി വലിയ പീസാണെന്ന് മാത്രം. കാരണം നമ്മളത് ഓർഫനേജിലേക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത്തിരി വലിയ വലിയ പീസൊക്കെ ഇതിൽ അല്പം വലുതൊക്കെ നമ്മൾ ഒന്നുകൂടെ ചെറുതാക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. നമുക്ക് ആദ്യം ക്ലീൻ ചെയ്ത് മാറ്റാം. അത് വലിയ വലിയ പീസാണ് സംഭവം. ഇത്ര വലുത് വേണ്ട. തട്ടുകട നാടൻ സ്റ്റൈലിൽ പറഞ്ഞാൽ 2 അഗ്രദേശം ഇത്തിരി ചെറുതാക്കാം. ഇത്ര പീസാക്കാം. ഒന്ന് ക്ലീൻ ചെയ്തിടാം ആദ്യം. അപ്പോൾ നമുക്ക് വേസ്റ്റ് കച്ചറയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് 2 പീസാക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നാടൻ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നാടൻ എന്ന് പറഞ്ഞാൽ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനൊരു 15 കിലോ ബീഫാണ് ഞാനിവിടെ വാങ്ങിച്ചിരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുൻപേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ചൂട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് കയറി ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ IGTV മുഖാന്തരം നമ്മളിനി നമ്മുടെ വീഡിയോസ് IGTVയിലൂടെ നമ്മൾ ഇടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ എങ്ങനെ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചെറിയ പോത്തുകൂട്ടിയാണ്. കാരണം നമ്മൾ ആ വിറകടുപ്പിൽ വെക്കുന്നതുകൊണ്ടേ ഒരുപാട് മൂത്തത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേഗില്ല സാധനം. അപ്പോൾ ചെറിയ പോത്തുകൂട്ടി തിരഞ്ഞു പിടിച്ച് വാങ്ങിച്ചാണ്. അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ ഒരു 3-4 തവണ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലോണം വെള്ളം ഒഴിവാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുപ്പ് നല്ലോണം കത്താൻ സമയത്ത് നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം. അല്പം കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി വലിയ ഉരുളി വെച്ചത്. ഒരു ചട്ടി ചൂടായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നതുകൊണ്ട് ഓയിൽ ഒഴിച്ചത് മാത്രം. എണ്ണയൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് ബേ ലീവ്സ്, ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ്. ഇതൊരു പ്രത്യേകതരം റെസിപ്പിയാണ്. അടിപൊളി റെസിപ്പിയാണത്. ഇതൊന്ന് ചെറുതായി മൂത്ത് വരണം. നമുക്ക് ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി കുറച്ച് വലിയ ഉള്ളി, സവാളയാണത്. കുറച്ച് ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്താലേ ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുഴുവൻ ചെറിയുള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വാടി വരും. അവിടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് കൊടുക്കാം. പച്ചമുളക് ഇതിൽ പകുതി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് വേണം നമുക്ക് വായിക്കും. ഒന്നുകൂടെ ഉള്ളി നന്നായി വാടി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് നല്ല മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി, നല്ല കളറുണ്ടാവും. ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം.
എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക. നമ്മളിപ്പോൾ കൊടുക്കുന്ന സ്ഥലത്ത് അത്ര എരിവ് കഴിക്കാത്ത ആളുകളാണ്. പക്ഷെ ബീഫിന് എരിവില്ലാണ്ടിരുന്നാൽ പറ്റൂല. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അപ്പോൾ ശരിക്കിതാവും. നമുക്കിത് ബീഫ് ഇടാം. നമ്മൾ ഇപ്പോൾ ബീഫിൽ വെള്ളമൊന്നും ഒഴിക്കില്ല. ഇതൊന്ന് വെള്ളം ബീഫിൽ നിന്ന് വരാനുണ്ട്, അതൊക്കെ വന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം. ഇത് കുറച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ വെള്ളമൊക്കെ ബീഫിൽ ഇറങ്ങി നല്ല അടിപൊളിയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് ബീഫിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെള്ളം ചേർത്താണെങ്കിൽ നോക്കിയിട്ട് ഒരു കുറച്ച് വെള്ളം കൂടി ചേർക്കണം നമുക്ക്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും കറക്റ്റാണ്. നമുക്കൊരല്പം ചൂടുവെള്ളം കൂടി ഒഴിക്കാം. അപ്പോൾ നമ്മൾ വെന്ത് വരുമ്പോൾ കറക്റ്റ് ഗ്രേവി ആവും. മതി. ഇനി നമുക്കിത് ബീഫ് വെന്ത് വരുമ്പോൾ കറക്റ്റ് ഗ്രേവി ആയി കിട്ടും. നമുക്ക് അടച്ച് വെക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് മതിയാവും നോക്കണം. ഏകദേശം ലേശം ഉപ്പുണ്ടോ നോക്ക്. നമ്മൾ ആദ്യം ഇട്ടതാണ്, നമുക്ക് പോരല്ലേ. കുറച്ചുകൂടെ നമുക്ക് കല്ലുപ്പാണ് ഉള്ളത്, പൊടിയുപ്പില്ല എത്തണം. അയ്യോ, ഓക്കെ മതിയാവും. ഉപ്പിട്ടതാണ് ഇളക്കി വിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. കറിയൊക്കെ നല്ല അടിപൊളിയായി തിളക്കുന്നുണ്ട്. നമുക്ക് അല്പം ഗ്രേവി കൂട്ടി വെച്ചിരിക്കുകയാണ്. ഗ്രേവിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് കുറച്ച് ഉണ്ടാക്കാം. ബീഫ് എടുത്തൊരു കഷ്ണം വെന്താ നോക്കാം. ഞെക്കി നോക്കിയാൽ നല്ല ചൂടുണ്ട്. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക്, ഒരല്പം എരിവ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. എരിവ് പോരാത്ത പോലെ ഉണ്ട്, നമ്മുടെ ടേസ്റ്റ് നോക്കിയ പിള്ളേർ പറഞ്ഞു. കുറച്ച് കറിവേപ്പില, ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. ഒരു കറിവേപ്പില തണ്ടോടെ പോയിട്ടിനകത്ത്. ഇതിലല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്താൽ സംഗതി അടിപൊളിയായി. ഇതിലല്പം വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല മണം ഉണ്ടാക്കി കറിക്കും. ഓക്കെ മതി. ഇനി ഇളക്കി എണ്ണയൊക്കെ ഒന്ന് മുകളിൽ വന്നാൽ നമുക്ക് കറി ഇറക്കി വയ്ക്കാം. അത്രയും കഴിഞ്ഞു. കറിയൊക്കെ അടിപൊളിയായിരുന്നു. നമുക്കിനി ഇറക്കി വയ്ക്കാം. നമുക്കിത് കറി നമുക്ക് പിള്ളേർക്ക് വിളമ്പി കൊടുക്കാം. ഇത്തിരി നമ്മൾ ഗ്രേവി ലേശം കൂട്ടിയിട്ടുണ്ട്. ഗ്രേവി നന്നായി കുറച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. ഗ്രേവി നമുക്ക് കുട്ടികൾക്ക് പൊറോട്ടയാണ് വാങ്ങിച്ചിരിക്കണം, അവർക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കുട്ടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ല ചൂടുണ്ട് ഇവിടെ വയ്ക്കണം കേട്ടോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയണം കേട്ടാ. കുട്ടികളെ തട്ടിക്കൊള്ളും കേട്ടാ. കഴിക്കും, ഇനി ബാക്കി തരാം കേട്ടാ.
ബീഫ് എടുത്ത് വയ്ക്കി ഇന്നൊരു ടേസ്റ്റ് എങ്ങനെയുണ്ട് പറയണം കേട്ടാ. വെന്തിട്ടുണ്ടെന്നൊക്കെ പറയണം. വന്നിട്ടുണ്ടോ? സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ? അടിപൊളി കറിയാണ്. ചെറുക്കനെ പറഞ്ഞോ? ശരി, ഓക്കെ.